ഇന്ന് രാവിലെ തന്നെ മീൻ വാങ്ങാൻ പോയിട്ടുണ്ടായി. രാവിലെ പോയാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്നാണ് രജി പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞാനും രജിയും വസുവും കൂടി രാവിലെ തന്നെ മീനും പിന്നെ കുറച്ച് സ്ട്രോബെറി അങ്ങനെ അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. കാണാൻ താല്പര്യമുള്ളവരാണ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ വാങ്ങി വന്നാൽ തന്നെ ഞാനത് വീട്ടിൽ വന്ന് കയ്യോടെ തന്നെ ചട്ടിയിലാക്കി. ചെമ്മീനും പിന്നെ കട്ട്ള മീനും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായത്. കട്ട്ള ഫ്രൈ ചെയ്യാനും ചെമ്മീൻ വല്ല കറിയും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. ഇനി വേണം ആലോചിക്കാൻ. മീനൊക്കെ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കണം, അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഹരിതകർമ്മസേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് കഴുകിയൊന്നും വെക്കണ്ട, അതെടുത്ത് കളയേ വേണ്ടു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മീനൊക്കെ കഴുകി. ചെമ്മീൻ അത്യാവശ്യം ഉണ്ടായിനി. പിന്നെ കട്ട്ള മീൻ 6 ഉണ്ടായി. ഇപ്പം 3 എടുത്ത് ഫ്രൈ ചെയ്ത് ബാക്കി 3 എടുത്ത് നാളത്തേക്ക് ഫ്രൈ ചെയ്യാൻ വെക്കണം. ചെമ്മീൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എണ്ണി നോക്കി അത്ര ഉണ്ടെന്ന്. പകുതി എടുത്ത് നാളത്തേക്ക് ബിരിയാണിക്കും ബാക്കി എടുത്ത് ചെമ്മീൻ കറിയും വെക്കണം. ഇപ്പം വെക്കാനില്ല മീനിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നോർമൽ മസാലയാണ് കേട്ടോ. ഞാൻ അധികം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊന്നും ഈ പൊരിക്കുന്നതിൽ ആഡ് ചെയ്യില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ഫസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെമ്മീൻ കറി വെക്കണം. തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് കുടംപുളി ഇട്ടിട്ട്. നമ്മൾ കണ്ണൂരുകാർ പൊതുവേ കുടംപുളി യൂസ് ചെയ്യാറില്ല. എന്നാലും രജിയുടെ നാട്ടിൽ രജിയുടെ വീട്ടിലൊക്കെ കുടംപുളി തന്നെയാണ് കേട്ടോ മെയിൻ. പക്ഷെ ആദ്യമൊന്നും എനിക്ക് ഈ കുടംപുളിയുടെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടായില്ല. പിന്നെ സെറ്റായി. എന്നാലും എനിക്ക് നമ്മളെ വാളംപുളി ഇട്ടിട്ടുള്ള മീൻ കറി തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചെമ്മീൻ ഞാൻ അധികം കുടംപുളി ഇട്ട് വെക്കും. അതിന് വേണ്ടി ചെമ്മീനിന് ഒരു ഇതാക്കി വെച്ചതിന് ശേഷം അത് അടുപ്പത്താക്കി പിന്നെ ചെമ്മീൻ നാളെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാലയും കൂടി മാരിനേറ്റ് ചെയ്ത് അതും ഒരു ബോക്സിലാക്കി. ഇനി നാളത്തേക്കുള്ള മീനിൻ്റെ ഫ്രൈക്കുള്ള മസാലയാണ്. അതൊരു സ്പെഷ്യൽ മസാലയാണ് ഗൈസ്. അപ്പുറത്തുനിന്ന് കീർത്തനൊക്കെ പറഞ്ഞെന്ന ഒരു മസാലയാണ് കേട്ടോ. നമുക്ക് ഈ നോൺ വെജിൽ ജീരകം ചേർത്ത് വലിയ ഇഷ്ടപ്പെടില്ല അല്ലേ. പക്ഷേ എങ്കിൽ ബാക്കിയുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റുകാരും ജീരകം കൂട്ടാണ്ട് എന്തുണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ജീരകം മസ്റ്റാണ്. അപ്പം കീർത്തനൊക്കെ ഈ ഫിഷ് ഫ്രൈയിൽ ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. എന്താണെന്നൊന്നും നമുക്ക് ഇടയ്ക്ക് ഓർമ്മയുണ്ടായിട്ടാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ മസാലയാക്കി ഫിഷിന് മാരിനേറ്റ് ചെയ്ത് ഫുൾ ഓവർനൈറ്റ് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം തേങ്ങ അരച്ചു. അതിൻ്റെ അരപ്പ് ഞാൻ ചെമ്മീനിലോട്ട് ചേർത്തു കേട്ടോ. ഈ അരപ്പ് കറിയിൽ ഒഴിച്ചിട്ട് ആ ജാറിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് ജാർ അടച്ചു വെച്ച് കുലുക്കി ഒഴിക്കുന്നത് അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. അതുപോലെ അപ്പുറത്തെ സൈഡിൽ മീൻ ഫ്രൈ ചെയ്യാൻ വെക്കും. എന്നിട്ട് ആ അരപ്പ് ബാക്കിയുള്ളതും കൂടി ഈ കറിയിലോട്ട് തട്ടും. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണല്ലോ. അപ്പം ഇതും ഞാൻ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ചതാണ്. ഓരോരോ പഠിപ്പ്. അങ്ങനെ മീൻ കറിയായി. മീൻ അടുപ്പത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വസൂട്ടനെ പോയി കുളിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ഗൈസ്.